നമ്മ ഇന്ന് പാക്ക പോകുന്ന ഇടം രാജപാളയം ശ്രീവല്ലിയൂർ പുത്തൂർ പക്കത്ത് എന്തടം அய்யனார் கோவில் என்ன இடத்துல ஒரு ஃபால்ஸ் இருக்கு. அந்த ஃபால்ஸ் பார்க்கறதுக்கு தான் போயிட்டு இருக்கு. இந்த பாதை போன முடியுന്ന இடம் எந்த இடம் சொல்லடா? இது சத்திரப்பட்டி. சத்திரப்பட்டி அந்த பாதை தானே. நீ என்னடா இப்படி பேசிட்டு இருக்கு? நம்ம போன இடத்துக்கு பேர் என்ன? அய்யனார் கோவில். அய்யனார் கோவில் என்ன ஸ்பெஷல் ஆயிட்டு என்ன இருக்கு? அங்க தண்ணி இருக்கு. நாம சமையல் பண்ணி போய் கறி எல்லாமே காலுக்குள்ள போட்டுட்ட. ஏய் என்னடா பண்ணிட்டு இருக்கு? இந்த கறி ஃபுல்லா காலுக்குள்ள கொட்டிட்ட. நம்ம தமிழ்நாடு வந்துட்டு எப்படி? நீ சிக்கன் அங்க வச்சிடு. சிக்கனே பார்த்துட்டு இருக்காது. அங்க போய் தானே சிக்கன் சாப்பிடுவே. நீ சிக்கன் பார்க்காத நீ பேசிடு. மனிஷாக்கா கா അങ്ങനെ നമ്മൾ പോയിട്ടിരിക്കുന്ന സ്ഥലമാണ്. പറയടേ. ചത്രപ്പെട്ടി താണ്ടി എന്താ ഊര്? രാജപാളയം. രാജപാളയം പോയിട്ട് அங்கே நம்ம குளிக்கிறதுக்கு இடத்துக்கு போயிட்டு இருக்கு. மீதி வீடியோ எல்லாம் பின்னாடி வந்துட்டு இருக்கும், பார்த்துட்டு. நம்ம போன பாதையில் பெட்ரோൾ முடிஞ்சு போச்சு. വണ്ടി അങ്ങനെ വഴി കിടക്കുന്നു. ഇനിയിപ്പം പെട്രോൾ അടിച്ചിട്ട് വേണം നമ്മളിനി അടുത്ത പാതയിലേക്ക് പോകാനായിട്ട്. അങ്ങനെ വണ്ടി തള്ളിക്കൊണ്ട് പമ്പിലോട്ട് പോവുകയാണ്. പെട്രോൾ അടിച്ചു. രാജവാളയം താണ്ടി അയ്യനാർ കോവില് ഫാൾസിനടുത്തെത്തിയിരിക്കുന്നു. കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ഥലം എത്തിയിട്ടുണ്ട്. അങ്ങനെ പോയിട്ട് നമ്മുടെ ഫ്രണ്ടാണ് വണ്ടിയിൽ പോയിട്ടിരിക്കുന്ന ഫ്രണ്ട്. എന്നാ ചെണ്ണാ அப்படியே நம்ம ரூட்டை திரிஞ்சு போயிட்டு இருக்கு. என்ன அவங்க அங்கே உட்காரா? நீ எதுக்கடா பொம்பளான்னு பேசிட்டு இருக்கு? நீ போடா சின்ன. எனக்கு எதுவும் வேணதே இல்லை. நீங்கள் பேசாது. நம்ம இப்போ பக்கத்து தேட்டு இருக்கு. கொஞ்சம் தூரம் கூட കഴിഞ്ഞാൽ நம்ம അയ്യനാപുരം ഫാൾസ് എത്തിടും. കുളിക്കുന്നത് പോകുന്നതിന് മുന്നേ നമ്മൾ വൈൻ ഷോപ്പിൽ വന്നു. വൈൻ ഷോപ്പിൽ വന്ന് ഇനി സരക്കെടുക്കണം. സാധനം എടുത്ത് മറ്റേ അങ്ങോട്ട് പോകും. അങ്ങ് പോടും. എങ്കിൽ ഞാൻ പോയിട്ട് വരാം. പോട്ടെ. അങ്ങനെ മരുന്നും എടുത്ത് നമ്മളിനി കുളിക്കാൻ പോവുകയാണ്. ഇവിടെ ഫുള്ള് തിരക്കാണ്. എല്ലാം വെള്ളമടിയാണ്. ദീപാവലി കഴിഞ്ഞ് പിറ്റേ നാൾ വന്നിട്ട് എല്ലാം വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനി അടുത്ത കുളിക്കാൻ പോകുന്ന പാതയിലേക്ക് പോവുകയാണ്. പക്കത്തായിട്ടിരിക്ക്. എടാ ഇനി എவ்வளோ ദൂരം എടുക്കണം? 1 കിലോമീറ്റർ അவ்வளோதானே. അത് കഴിഞ്ഞ് മുട്ട് വെച്ച് പതുക്കെ ചവിട്ടി. പോയി. ഒരു 1.5 കിലോമീറ്റർ കഴിയുമ്പോഴത്തേന് നമ്മൾ പോകാൻ പോകുന്ന ഇടം ഏത് സ്ഥലമാടാ? അയ്യനാർ കോവിൽ ഫാൾസ്, വാട്ടർ ഫാൾസ്, വെള്ളച്ചാട്ടം കാണാൻ പോയിട്ടിരിക്കുകയാണ്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ അയ്യനാർ ഫാൾസ്, അയ്യനാർ കോവിൽ വെള്ളച്ചാട്ടം ഈ സ്ഥലത്തെത്തി. പക്ഷേ സ്പീഡാകിട്ടാണ്. കാലിക്കുള്ള വീടാണ്. അങ്ങനെ നമ്മള് സ്ഥലത്തെത്തി. തോട് മാതിരി കിടക്കുക.
இந்த இடம் உள்ள போனோமா? அய்யனார் கோவில் குளிக்கிற இடத்துக்கு இருக்கு. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിപ്പിക്കാൻ കൊണ്ടുവന്നു. നമ്മള് വാട്ടർ ബോട്ടിലല്ല, വാട്ടർ ഫാൾസ്. மலையில தண்ணி விடுறே, மலையில தண்ணி விடுறே. நம்ம അയ്യനാർ കോവിലെ വിട്ടിട്ട് ഏത് സ്ഥലം പോന്നെ? ചെമ്പകത്തോപ്പാ. ചെമ്പകത്തോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതായിരുന്നു ജയറാമിന്റെ ആടുപുലിയാട്ടം ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ചെമ്പകത്തോപ്പ്. ചുമ്മാ ഒന്ന് പറയട്ടെ, നിങ്ങൾ അവിടെ മിണ്ടായിരിക്കും. ഇവിടെ എത്ര പേരാണ് കുളിക്കാൻ വന്നിരിക്കുന്നത് കണ്ടോ ഗൈസ്. ഇതാണ് സൈറ്റ്. എത്ര വഴികൾ വഴിയമ്പലങ്ങളിൽ എത്രയോ രാവുകൾ. വ്യവസായം പണിതേണം. നേരത്തെ പോയ സ്ഥലത്ത് അത്ര വെള്ളച്ചാട്ടം ഇല്ലായിരുന്നു. വേറൊരു സ്ഥലത്തേക്ക് മാറി വന്നിരിക്കുകയാണ്. ഈ സ്ഥലത്തിന്റെ പേരെന്താ? നാക്കാച്ചി അമ്മൻ കോവിൽ. നാക്കാച്ചി അമ്മൻ കോവിൽ തമിഴ്നാട് രാജപാളയം താണ്ടി ഒരു 30 കിലോമീറ്റർ ഉള്ള വരുമ്പോഴുള്ള സ്ഥലമാണ് ഇത് നാക്കാച്ചി അമ്മൻ കോവിൽ. അവിടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ഭാഗത്ത് ഏരിയ കേരളം പോലെ തന്നെയാണ്. മഴ കൊണ്ട് മാത്രം വിളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. എവിടെ പോലെ വെള്ളച്ചാട്ടം കാണാം. കാലിനങ്ങനെ വീണ അടിച്ചിൻ്റെ അങ്ങനെ നമ്മൾ സ്ഥലം എത്താറായിരിക്കുന്നു. നല്ല തിരക്കാണ്. ദീപാവലി കഴിഞ്ഞ് 2ാം ദിവസമായിട്ട് എല്ലാവരും ലീവായതുകൊണ്ട് ഭയങ്കര കൂട്ടമാണ്. ആള് ഭയങ്കരമായിട്ട് ചെല്ലുന്നിടത്തോളം ആള് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വന്ന ഇടത്തൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര മഴയായിട്ട് കുളിക്കാൻ പോയ ഇടത്തൊക്കെ നല്ല മഴയാണ്. ഈ മല കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മൾ കുളിക്കാൻ പോകുന്ന ഇടം. പോയിട്ടേ ഇരിക്കുകയാണ്. തിരക്ക് കൂടുതലാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞ ഇടത്തേക്ക് വന്നിട്ടുണ്ട്. ആര് വേണ്ട ഫ്രണ്ട് ശരിயான കൂട്ടമാണ്. അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഈ കാട്ടുപാതയിലൂടെയാണ് നമ്മൾ അവിടെ കാണാനായിട്ട് പോകുന്നത് വെള്ളച്ചാട്ടം. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? നാക്കാച്ചിയമ്മൻ കോവിലോ? ആ, നാക്കാച്ചിയമ്മൻ കോവിലേക്ക് പോയിട്ടിരിക്കുന്ന ഫോറസ്റ്റ് ഏരിയ. അവിടുന്ന് ഉള്ളിൽ വരണമെങ്കിൽ ചെക്കിങ് കാശ് കൊടുക്കണം. ഒരാൾക്ക് ഇത്ര രൂപ വെച്ച് കാശ് കിട്ടിയിട്ട് നമ്മുടെ കൈ മരുന്ന് മദ്യം എല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ അവരകത്തേക്ക് കയറ്റി വിടൂ. നമ്മളെങ്കിലും ഒരു 1/2 ലിറ്റർ അവർ കാണാതെ കൊണ്ടുവന്നിട്ടുണ്ട് കാട്ടിനകത്ത്. നമ്മൾ കാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരുടെ കൂവലൊക്കെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. പെരിയ മലയാണ്, വലിയ മല. കാടന്മാർ കൂവുന്നതിനൊക്കെ എല്ലാവരും കൂവിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് തിരിച്ച് കുളി കഴിഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. തേങ്ങ അച്ചു. കാടന്റെ മക്കളെ വായോ. 2 വഴി കിടക്കുന്നു. തിരുദേവി എങ്കിട്ട് ഇങ്ങിട്ടാ. ഓക്കെ, ആ ശരി. നിങ്ങൾ മുന്നിൽ നിന്ന് മാറടേ. പറഞ്ഞില്ലേ ഞാൻ നേരത്തെ ഒരു കാര്യം? ആ, പോട്ടെ. ആനയൊന്നും ഇവിടില്ല. നീ എൻ്റെ ഒന്ന് എടുത്ത് എനിക്ക് പോകുന്നു. ഞാൻ നടന്നു ഒരുപാട് പോകും. നാക്കാശിയമ്മൻ കോവിൽ. പറഞ്ഞ സ്ഥലം എത്തിയിരിക്കുന്നു. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ കയറി പോകുന്നത്. നടന്ന് കയറണം. ഈ പാറ ഫുള്ള് കയറി ചെല്ലുമ്പോൾ നമ്മൾ വരാൻ ഒരു ഹായ് പറയടാ. ആ, ഓക്കെ. ആട്ടുതൊട്ടിൽ ചുറ്റിപ്പാടി. ആ എടുത്തോ. ആ,